What do you think of the sort of country we're becoming? I'm talking about the treatment of minorities, Muslims in particular. I gave an interview to the Times of India and he admitted they took out the last thing I said. I hope my Muslim friends can live in peace forever in India. They don't want to offend Mr. Modi and the government. ലോക പ്രശസ്ത സംഗീത സംവിധായകനാണ് സുബിൻ മേത്ത. രാജ്യം പത്മഭൂഷണും പത്മവിഭൂഷണും നൽകി ആദരിച്ച പ്രതിഭയാണ്. അദ്ദേഹത്തിന്റെ അഭിമുഖത്തിനും സംഗീതത്തിനും വാക്കുകൾക്കും അഭിപ്രായത്തിനുമൊക്കെ ലോകം തന്നെ കാത്തുനിൽക്കുന്നത്ര ആരാധകരും പ്രശസ്തിയുമൊക്കെ അദ്ദേഹത്തിനുണ്ട്. പോത്തിനെന്ത് ഏത്തവാഴ എന്ന് ചോദിക്കുന്നത് പോലെ ടൈംസ് ഓഫ് ഇന്ത്യക്ക് എന്ത് സുബിൻ മേത്ത? അവർക്ക് സുബിൻ മേത്തയേക്കാൾ എത്രയോ വലുതാണ് മോദിയും അമിത്ഷായും BJPയും. ടൈംസ് ഓഫ് ഇന്ത്യ സുബിൻ മേത്തയുടെ ഒരു അഭിമുഖമെടുത്തു. അതിൽ അദ്ദേഹം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്നെന്നും സമാധാനത്തോടെ കഴിയട്ടെ എന്ന നിരുപദ്രവകരമായ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്നാൽ അത് കൊടുക്കാൻ പോലും ടൈംസ് ഓഫ് ഇന്ത്യയുടെ മുട്ടിടിച്ചു, പേടിച്ചു, മുട്ടിലിഴഞ്ഞു. ആ ഭാഗം വെട്ടിക്കളഞ്ഞുകൊണ്ട് അഭിമുഖം പ്രസിദ്ധീകരിച്ചു. 2 ആഴ്ച മുമ്പാണ് സംഭവം നടന്നത്. ഇന്നലെ സുബിൻ മേത്ത മുതിർന്ന മാധ്യമപ്രവർത്തകൻ കരൺ താപ്പറോട് സംസാരിച്ചു. അപ്പോ ഇക്കാര്യം പറഞ്ഞു. My last question, Mr. Mehta, and I ask you deliberately because you are still an Indian. You're proud of your Indian passport. You love your country. What do you think of the sort of country we're becoming? I'm talking about the treatment of minorities, Muslims in particular. Your friend Yusuf Hamid is a Muslim. I'm talking of the treatment of journalists. Listen, I'll tell you frankly, I gave an interview to the Times of India over the phone from Los Angeles 2 weeks ago. It was a very good interview and I read it. It was verbatim perfect. The last sentence I told the man, and I met him recently, and he admitted they took out the last thing I said. I hope my Muslim friends can live in peace forever in India. And that was not printed in the Times. It was cut off. And the writer couldn't give me a reason why. സംഭവം ലോകം മുഴുവൻ അറിഞ്ഞു. അപ്പൊ ടൈംസ് ഓഫ് ഇന്ത്യക്ക് ബോധം വന്നു, നാണം വന്നു, മാനം വന്നു. കരൺ താപ്പറുമായുള്ള അഭിമുഖം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ടൈംസ് ഓഫ് ഇന്ത്യ അദ്ദേഹത്തിന്റെ എഡിറ്റ് ചെയ്ത് കളഞ്ഞ വാക്കുകൾ അവരുടെ ഓൺലൈൻ എഡിഷനിൽ നൽകി മാനം കാക്കാൻ ഒരു ശ്രമം നടത്തി. ബോംബെ എന്ന മഹാനഗരത്തിൽ വളർന്നതിന്റെ ഓർമ്മകൾ കരൺ താപ്പറുമായി പങ്കുവെക്കുകയായിരുന്ന സുബിൻ മേത്തയോട് കരൺ താപ്പർ ചോദിച്ചത് നമ്മുടെ മാറിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തെക്കുറിച്ച് എന്തു തോന്നുന്നു, പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങളോടുള്ള അതും മുസ്ലിങ്ങളോടുള്ള പെരുമാറ്റത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നായിരുന്നു ചോദ്യം. അതിന് സുബിൻ മേത്ത നൽകുന്ന മറുപടി നിങ്ങളിത് കേൾക്കണം. ഞാൻ നിങ്ങളോട് തുറന്നു പറയാം. ലോസ് ആഞ്ചലസിൽ നിന്ന് 2 ആഴ്ച മുമ്പ് ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യക്ക് ഒരു അഭിമുഖം നൽകി. വളരെ നല്ലൊരു അഭിമുഖമായിരുന്നു അത്. ഞാനത് വായിച്ചിരുന്നു. ഓരോ വാക്കും പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു വാചകം അവരത് എഡിറ്റ് ചെയ്ത് ഒഴിവാക്കി. ആ റിപ്പോർട്ടറെ അടുത്തിടെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു. ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലെ എൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് എന്നെന്നും സമാധാനത്തോടെ കഴിയാൻ സാധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ പ്രിന്റ് ചെയ്ത് വന്നില്ല. അവരത് കട്ട് ചെയ്ത് കളഞ്ഞു. പക്ഷെ എന്തുകൊണ്ട് എന്നൊരു കാരണം ആ റിപ്പോർട്ടർക്ക് പറയാനുണ്ടായിരുന്നില്ലെന്ന് സുബിൻ മേത്ത കരൺ താപ്പറിനോട് പറയുന്നു. അപ്പോൾ കരൺ താപ്പർ അതിന് നമുക്കെല്ലാം അറിയുന്ന ഒരു മറുപടി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് കട്ട് ചെയ്ത് കളഞ്ഞത് എന്ന് കരൺ താപ്പർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. കരൺ താപ്പർ പറയുന്നത് അവർക്ക് മോദിയെയും സർക്കാരിനെയും എതിർക്കാനാവില്ല എന്നാണ് കരൺ താപ്പർ ഇതിന് മറുപടിയായി പറയുന്നത്. അപ്പൊ സുബിൻ മേത്ത വളരെ ആശ്ചര്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, അത് എന്തുകൊണ്ടാണ് ആരും എതിർക്കാത്തത്? ഇന്ന് രാവിലെ കൂടി താൻ വായിച്ചത് പാകിസ്ഥാനിലും ക്രിസ്ത്യൻ പള്ളികളെല്ലാം കത്തിക്കുന്നുവെന്നാണ്. ഈ മതഭ്രാന്ത് വിട്ടൊഴിഞ്ഞു പോയേ പറ്റൂ, കാര്യങ്ങളെല്ലാം മാറുമെന്ന് പ്രതീക്ഷിക്കാം. ഇസ്രായേലിലെ അവസ്ഥയെക്കുറിച്ച് മേത്ത കരൺ താപ്പറിനോട് സംസാരിക്കുന്നുണ്ട്. അവിടെയും ഉടൻ തന്നെ സർക്കാരിൽ മാറ്റമുണ്ടാകുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്ന് സുബിൻ മേത്ത പറയുന്നു. അവിടുത്തെ നിലവിലെ അവസ്ഥ സഹിക്കാനാവില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. തന്റെ വാക്കുകൾ വെട്ടിക്കളഞ്ഞു എന്ന് സുബിൻ മേത്ത പറഞ്ഞത് ടൈംസിന്റെ പ്രിന്റ് എഡിഷനിലാണ്. സംഗതി വലിയ വിവാദമായി. ഈ കരൺ താപ്പർക്ക് നൽകിയ അഭിമുഖത്തോടെ ടൈംസിന്റെ ഓഗസ്റ്റ് 21 ഓൺലൈൻ എഡിഷനിൽ അവർ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ അവർ കോട്ട് ചെയ്തു. ഇതേക്കുറിച്ച് സുബിൻ മേത്ത പരസ്യമായിട്ടൊരു തുറന്നു പറച്ചിൽ നടത്തിയ ശേഷം എക്സിൽ, പഴയ ട്വിറ്ററിന്റെ പേര് ഇപ്പൊ എക്സ് എന്നാണല്ലോ, അപ്പൊ നമ്മൾ എക്സ് എന്ന് പറയണം, എക്സിൽ
ടൈംസ് ഒരു വിശദീകരണ കുറിപ്പിട്ടു. സുബിൻ മേത്തയുമായുള്ള അഭിമുഖം വളരെ നീണ്ടതായിരുന്നു. പേജിൽ ഉൾക്കൊള്ളിക്കുന്നതിന്റെ ഭാഗമായി ചില ഭാഗങ്ങൾ വെട്ടിക്കളയേണ്ടി വന്നു. മാത്രമല്ല ആ പ്രസ്താവന അഭിമുഖത്തിന്റെ അവസാന ഭാഗത്തായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. എന്നാൽ മേത്ത റിപ്പോർട്ടറോട് അതിനെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം ആ ഭാഗം ഓൺലൈൻ എഡിഷനിൽ നൽകിയെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ വിശദീകരണമായിട്ട് പറഞ്ഞത്. ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച ഒറിജിനൽ അഭിമുഖത്തിൽ 2500 വാക്കുകളാണുള്ളത്. പിന്നീട് അപ്ഡേറ്റ് ചെയ്തപ്പോൾ അത് 2533 ഈ 33 വാക്കുകൾക്ക് വേണ്ടിയാണ് അത്രേ അത് വെട്ടിക്കളഞ്ഞത്. ടൈംസ് ഓഫ് ഇന്ത്യ വെട്ടിക്കളഞ്ഞ ആ ഉത്തരം എന്താണെന്ന് നമുക്കൊന്നറിയണം അല്ലേ? ഇതായിരുന്നു സുബിൻ മേത്ത ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞത്. എൻ്റെ ഇന്ത്യൻ സുഹൃത്തുക്കളോട് ഞാൻ ഒരുപാട് സംസാരിക്കാറുണ്ട്. അവരിൽ നിന്നാണ് എനിക്ക് റിപ്പോർട്ടുകൾ കിട്ടുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലെ എൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾ എന്നെന്നും സമാധാനത്തോടെ കഴിയണമെന്നാണ്. വെട്ടിക്കളഞ്ഞ ഈ 33 വാക്കുകൾ ടൈംസ് ഓഫ് ഇന്ത്യ അവകാശപ്പെടുന്നത് പോലെ അഭിമുഖത്തിന്റെ അവസാന ഭാഗത്തല്ല വരുന്നത്. ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് മേത്ത ഇക്കാര്യം പറഞ്ഞത്. ഒഴിവാക്കിയതിനെക്കുറിച്ച് മേത്ത പരസ്യമായി ആരോപണമുയർത്തിയപ്പോൾ മാത്രമാണ് ഇത് തിരുത്താൻ ടൈംസ് ഓഫ് ഇന്ത്യ തയ്യാറായത്. ഇന്ത്യയെക്കുറിച്ചുള്ള ആ ചോദ്യവും മുസ്ലിങ്ങൾ ഇന്ത്യയിൽ സുരക്ഷിതരായും സമാധാനത്തോടെയും കഴിയണമെന്ന വാക്കുകളും മാത്രമാണ് ആ അഭിമുഖത്തിൽ നിന്ന് എഡിറ്റ് ചെയ്തത്. ടൈംസ് ഓഫ് ഇന്ത്യ പറഞ്ഞത് അത് അഭിമുഖത്തിന്റെ അവസാന ഭാഗത്തായിട്ട് സ്ഥലമില്ലായിരുന്നു, കൊടുക്കാൻ പറ്റില്ല എന്നാണ്. പക്ഷെ ഇത് വായിക്കുന്ന സാമാന്യബോധമുള്ള എല്ലാവർക്കും അറിയാം അഭിമുഖത്തിന്റെ മധ്യത്തിലായി അദ്ദേഹം പറഞ്ഞ വാക്കുകളാണെന്ന്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. രാജ്യം പത്മഭൂഷണും പത്മവിഭൂഷണും ഒക്കെ നൽകി ആദരിച്ച സുബിൻ മേത്തയോട് ടൈംസ് ഓഫ് ഇന്ത്യ കാണിക്കുന്ന പരിപാടിയാണിത്. സാധാരണ ജനങ്ങളെ ഇവരെ എങ്ങനെയായിരിക്കും കാണുന്നത്? നമ്മളുടെയൊക്കെ ശബ്ദത്തിന് എന്ത് വിലയാണ് ടൈംസ് ഓഫ് ഇന്ത്യ നൽകുക എന്നൊന്ന് ഓർത്ത് നോക്കും. എന്താണ് ഇങ്ങനെ എല്ലാ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും പത്രധർമ്മവും രാജ്യത്തെയും ജനങ്ങളെയും മറന്ന് ഭരണകൂടത്തിന്റെ വെറും ചെരുപ്പ് നക്കികളായി മാറുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ? നാണം കെട്ട ഭരണകൂടത്തിന്റെ അടിമകളായി മാറുന്ന മാധ്യമപ്രവർത്തകരുടെയും സ്ഥാപനങ്ങളുടെയും എണ്ണം കൂടി വരുന്നു എന്നത് സങ്കടത്തോടെ നമ്മൾ തിരിച്ചറിയുകയാണ്. They don't want to offend Mr. Modi and the government. How would that offend anybody? Because it's BJP Yes, supporters. this morning I read that they were burning churches in Pakistan. Really, one has to get over this madness of religious persecution, and hopefully things will change. Does your heart sometimes cry for India when you read about intolerance, when you read about journalistic freedom ending, when you read about minorities being treated this way? I hope really that the present government in Israel will change very soon. That's an unbearable situation. I don't know one person in Israel who supports this government, but I don't know those ultra conservative Jewish people. They are not part of the public that I play for. But whoever I spoke to, they cannot wait for the present government to change. Two of the countries you love the most, India and Israel, are both going through bad times. Does that upset and hurt? Well, is India going through bad times? It depends upon who you talk to. Yes. It depends entirely on whom you talk to. Ask Indian Muslims, they'll give you a different answer. Ask rich Indians, they'll give you a different answer. There are a lot of them here. Ask journalists, you'll get a different answer. Ask politicians from the opposition, you'll get another answer. Ask them over there, and you're hearing their no. You all have opinions here. Let's end with that opinion. Mr. Mehta, thank you very, very much.